ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിലോസ് പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അവിലോസ് പൊടി ചില സ്ഥലങ്ങളിലൊക്കെ അവിലോസ് പൊടി എന്നാണ് പറയുന്നത്. ഞങ്ങളിതിന് പൂരം വറുത്തത് എന്നാണ് പറയുക കേട്ടോ. ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ കഴിച്ചു വന്നതാണ്. അതുകൊണ്ട് എനിക്കിതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ 4 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 കിലോ പച്ചരി നമ്മൾ കഴുകി എടുത്തിട്ട് പൊടിപ്പിച്ചിട്ടുള്ളതാണ്. കുതിരാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ്, നനവോട് കൂടിയിട്ട്. എന്നാൽ അധികം നനവില്ല, നമ്മൾ കഴുകിയെടുത്താൽ നനവ് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറുത്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ 4 തേങ്ങ ഞാൻ ചിരവി വന്നിട്ടുണ്ട്. ഇതിൽ 4 എണ്ണം ഇല്ല കേട്ടോ, ഇനിയുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ തേങ്ങ തന്നെ ഉപ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് കലരുമ്പോൾ നമ്മൾ എല്ലായിടത്തും മിക്സ് ചെയ്യാൻ എളുപ്പമാണത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 150-200 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകം 3 കിലോത്തിലേക്കൊരു 40 ഗ്രാമൊക്കെ കേട്ടോ കരിഞ്ജീരകം. ഇതെല്ലാം കൂടി നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നിങ്ങനെ നമ്മൾ ഈ മാവും പിന്നെ തേങ്ങയും കൂടി ഒന്നിങ്ങനെ കയ്യിലിട്ടിങ്ങനെ തിരുമ്മിയെടുക്കുക. തിരുമ്മിയെടുക്കുമ്പോൾ അതിൽ നന്നായി ഒന്ന് പിടിക്കും. അപ്പോൾ തേങ്ങ ബാക്കിയുള്ളതും കൂടി ചിരവായിരുന്നു, അതുകൊണ്ടാണ് ഞാനപ്പം ഇടാതിരുന്നത്. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇതാ. ഇനി നമുക്കിതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ചെമ്പിലിട്ട്, ഞാനിത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൗവിലാവുമ്പോൾ ഇത്ര 3 കിലോനൊന്നും ഒന്നിച്ച് വറുക്കാൻ പറ്റില്ല. പകുതിയൊക്കെ വെച്ചിട്ടേ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വറുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിൽ ചെമ്പ് വെച്ചിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പിന്നെ അത്ര വലിയ ക്വാളിറ്റിയുള്ള വീഡിയോസൊന്നും അല്ല എൻ്റെ. എന്നാലും എൻ്റെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് 5500ഓളം സബ്സ്ക്രൈബറുണ്ട്. 500-ലധികം ഉണ്ട് കേട്ടോ. 5500-ലധികം. ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇങ്ങനെ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കുറച്ച് വറക്കുന്നതൊന്നും കാണിക്കാൻ അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ കുറച്ചായതിൻ്റെ ശേഷമാണ് കാണിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്കിത് കഴിക്കണതും കൂടി ഒന്ന് കാണിക്കണ്ടേ. അപ്പോൾ അതാണ്. പാൽ ചായ, കട്ടൻ ചായ ആയാലും ഇത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്ന രീതി ഇങ്ങനെയാണ്. നല്ല മധുരമുള്ള ചായ, അതിലിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ അല്ലാതെ വെറുതെ പഞ്ചസാര ചേർത്ത് കോരി കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയ ബൗളായിരുന്നു. അപ്പോൾ അതിൽ ചായ ഒഴിച്ച് കലക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി വലിയൊരു ബൗളെടുത്ത് ഈ കട്ടിക്ക് കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഞാൻ വിൽക്കാൻ വേണ്ടി കൂടിയാണ് ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാൾ പറഞ്ഞുകൊണ്ടാണ്. കുറച്ച് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് കൊടുക്കും, പിന്നെ ആവശ്യക്കാർക്കും കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.